വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും ആദ്യം തന്നെ ഞാനൊരു വലിയ സോറി ചോദിക്കുകയാണ്. കാരണം ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരിക്കലും ഇത്രയും റീച്ചും അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ആൾക്കാർ കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല. പക്ഷേ അതിൽ ശരിക്കും എൻ്റെ ഹസ്ബൻഡിന് എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കരുതിയത് ആ വീഡിയോ മാക്സിമം പോയാൽ ഒരു 400-500 പേർ കാണും. അപ്പോൾ ഓഫ്കോഴ്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കും അവനെന്ത് പറ്റി എന്താണെന്ന്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. ലൈക്ക് അവനെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഞാൻ ലാസ്റ്റ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്തിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് കുറേ കൺഫ്യൂഷൻ വന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. കാരണം ലൈക്ക് എൻ്റെ മൈൻഡിൽ പല കാര്യങ്ങളും ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വ്യാഴാഴ്ച ശരിക്കും എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ 200 പേര് കണ്ട അത് തന്നെ വലിയ കാര്യം എന്ന് ഞാൻ വിചാരിച്ച് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതും. അപ്പോൾ ഇട്ട സമയത്ത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വ്യൂസ് കുറവായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഓക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ. ആൻഡ് വ്യൂസ് കൂടുന്നതിനെയും അല്ലെങ്കിൽ വ്യൂസിനേക്കാളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ഇമോഷൻസ് ഡംപ് ചെയ്യാൻ ഒരു സ്പേസ് എന്ന് മാത്രമായിരുന്നു ശരിക്കും അന്ന് ആ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ, ലൈക്ക് ആ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ശരി ഇതിന് എന്ത് പറ്റി എന്നുള്ളൊരു കാര്യം എല്ലാവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ ബെറ്റർ എന്നെനിക്ക് തോന്നി. അപ്പോൾ വ്യാഴാഴ്ച എൻ്റെ വീട്ടിൽ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ വെള്ളിയാഴ്ച ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ വീട്ടിലോട്ട്. ഇവിടെ വന്ന് ഞാൻ വെള്ളിയാഴ്ച ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് രാത്രി ഇങ്ങോട്ട് വരുന്നത്. വൈകുന്നേരം ഒരു 7:30-8 മണിയായപ്പോഴത്തേക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ നിന്ന് കോള് വരികയാണ്, എൻ്റെ അങ്കിള് മരിച്ചെന്ന് പറഞ്ഞിട്ട്. ഞാൻ വന്നപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ടുനിന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി. ഒന്ന് തീർന്ന് നമുക്കൊന്ന് റിലീഫ് ആവാൻ അടുത്ത ടൈം കിട്ടുമ്പോൾ അടുത്ത മരണം, ലൈക്ക് അതുകൊണ്ടായിരുന്നു ശരിക്കും ഞാൻ അതിൻ്റെ റിപ്ലൈ വീഡിയോ ചെയ്യാത്തത്. എനിക്കൊരു ശനിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നായിരുന്നു. രശ്മി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെയാണ്. ചേച്ചി മാൽദീവ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ശരിക്കും ആ മെയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ കയറി ആ വീഡിയോ നോക്കുന്നതും അതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് ഫുള്ളും നോക്കുന്നത്. ഒരു കമൻറ്റ് വന്നിട്ട് പുള്ളിക്കാരൻ അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അറ്റ് ദി എൻഡ് മണിക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് ഇമോഷൻസ് വെച്ച് ഞാൻ. പക്ഷേ ഉണ്ടല്ലോ ശരിക്കും നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ സന്തോഷം എൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി നിതിനില്ല എന്ന് മാത്രമുള്ള ഒറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ റീച്ച് ആവണം, ആൾക്കാർ കാണണം, വ്യൂസ് കൂടണം, സബ്സ്ക്രൈബ്സ് കൂടണം എന്നൊക്കെ. പക്ഷേ എന്നെക്കാൾ ആഗ്രഹിച്ചത് അവനായിരുന്നു. പക്ഷെ അവനില്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആസ് എ പേഴ്സണായിട്ട് എന്നെ കൺസിഡർ ചെയ്ത് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി എന്നെ സമാധാനിപ്പിച്ച് എന്നെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ആൻഡ് അതിനേക്കാളും പേഴ്സണലി എനിക്ക് കുറേ പേര് മെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തപ്പി പിടിച്ച് വന്ന് നിതിൻ്റെ അക്കൗണ്ടിലായാലും എൻ്റെ അക്കൗണ്ടിലായാലും ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി 18 വയസ്സ് എന്തായിട്ടുള്ളൂ, കരഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇമോഷണലി കുറേ ആളുടെ എൻ്റെ സപ്പോർട്ട് കിട്ടി. ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തതല്ല. എൻ്റെ ഇമോഷൻസ് ഡംപ് ചെയ്യേണ്ട ഒരു സ്പേസ് ആയിട്ട് മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും ഞാൻ എല്ലാം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി നിതിന് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം അങ്ങ് പറയാനുണ്ട്. ശരിക്കും ഇതുവരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിതിൻ്റെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ നമ്മളിവിടെ വരുന്നു, സദ്യയൊക്കെ കഴിക്കുന്നു. ഒരു 3-4 മണിക്കൂർ ഞാൻ ഇതിന് സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ ബെഡിൽ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി എണീറ്റു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് പുറത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം. അന്നായിരുന്നു ഇതിൻ്റെ ഇടവകയിലെ പള്ളിപ്പെരുന്നാൾ, കൊടിയേറുന്ന അന്നായിരുന്നു. അപ്പം നമ്മളന്ന് റെഡിയായിട്ട് പള്ളിയിൽ പോയി. ഇതിൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടു, അവരോട് സംസാരിച്ചു. എന്നിട്ട് നേരെ പള്ളിയിൽ പോയി നേർച്ചയിട്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് നല്ലോണം നെഞ്ച് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ശരി ഹോസ്പിറ്റലിൽ പോകാം. എന്നിട്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം അവനങ്ങനെ ഭയങ്കരമായിട്ട് വേദന കൊണ്ട് പുളകി അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞു എനിക്ക് നെഞ്ച് വേദനിക്കുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഹോസ്പിറ്റലിൽ പോകാം, അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകാമെന്ന്. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അവൻ നെഞ്ചിലിങ്ങനെ കൈവയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ ഇവിടെ അടുത്തൊരു ഫിലിം തിയേറ്റർ ഉണ്ട്, അപ്പോൾ എന്നോട് അവിടെ സിനിമ കണ്ടിട്ട് പോയാലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഇങ്ങനെ വഴക്ക് പറയാൻ ഇതിന് ആദ്യം ഹോസ്പിറ്റലിൽ എത്തട്ടെ. എന്നിട്ട് ഞങ്ങൾ ഡെയിലി ഷേക്ക് കുടിക്കുന്നൊരു കടയുണ്ട്, അവിടെ എത്തിയിട്ട് പറഞ്ഞു നമുക്കൊരു ഷേക്ക് കുടിച്ചാലും. ഞാൻ പറഞ്ഞു ഇതിന് ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യാം. അപ്പം അമ്മ പറഞ്ഞാൽ ശരി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, OP എടുക്കുന്നു. ഡോക്ടറിനോട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവന് ശരിക്കും എന്താ പറ്റി, ഇങ്ങനെ നെഞ്ച് വേദന. അപ്പം പറഞ്ഞു നീ പറയണ്ട വാളും, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം, എനിക്ക് ഇവിടെ ഒന്നും വേദനയില്ല, സെൻറ്ററിലാണ് വേദന, ഇച്ചിരി നല്ല വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു വേറെ ശരീരത്തിൽ എന്തെങ്കിലും ഭാഗത്ത് വേദനയുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ BP കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചിരിച്ച് തമാശയ്ക്ക് പറയാം. അപ്പോൾ ഡോക്ടർ ഒരു ഗ്യാസാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഓ ഗ്യാസാണല്ലേ. ഈ ഒരു വാക്കാണ് അവൻ അവസാനമായിട്ട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ട് അവൻ താഴോട്ട് ഇങ്ങനെ പോയി. ഞാൻ പൊക്കി നിതിനേന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ശ്വാസം എടുത്തു, പിന്നെയും രണ്ടാമത്തെ ശ്വാസം എടുത്ത് അവൻ എന്നെ നോക്കി, മൂന്നാമത്തെ ശ്വാസം. ഇത്രയും അവിടെ ഞാൻ കണ്ടുള്ളൂ. ഞാൻ എൻ്റെ ഡോക്ടറിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, എന്താ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഫിക്സ് വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫിക്സ് വന്നതോ, ശരി ഫിക്സ് വന്നതാ. അപ്പോൾ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ഓട്ടോ തിരക്ക്, അടുത്ത വേറൊരു വലിയ ഹോസ്പിറ്റലിൻ്റെ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പള്ളിപ്പെരുന്നാളാണ്, ഒരു ഓട്ടോ കിട്ടാനില്ല, അവിടുത്തെ ആംബുലൻസ് വേറെ ഓട്ടം പോയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടു റോഡിൽ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, നടു റോഡിൽ ഞാൻ ഇറങ്ങി നിന്നു. നിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പള്ളിയിലായതുകൊണ്ട് ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ നിതിൻ്റെ ഫ്രണ്ട് അജു, പിന്നെ കിതേഷ് എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് നിതിനെ ഒരു ഓട്ടോ പിടിച്ച് ഓട്ടോയ്ക്കകത്ത് കയറ്റി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പൾസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അവൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞോടാ പൾസ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ടെൻഷൻ കാരണം ഞാൻ കാമായി, ഓക്കെ ഫിക്സ് വന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല, ഓക്കെ ഞാൻ കാമായി വേറൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പൾസ് നേരത്തെ പോയല്ലോ. ശരിക്കും എനിക്ക് ആ സമയത്ത് അവിടെ ആക്ച്വലി എന്ത് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം ഫസ്റ്റത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് അവിടെ ലാഗായി. ലൈക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിക്സായിട്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ലൈക്ക് നെഞ്ചുവേദന വന്നാണ്, കുഴഞ്ഞു വീണു, അപ്പോൾ CPR കൊടുക്കേണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ ടൈം പാനിക്കായി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽസുകാർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, അവൻ ഓക്കെയാണ്, അവനെ കമഴ്ത്തി കിടത്തിയിരുന്നു അവർ, ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ കയറ്റാൻ പോയപ്പോഴത്തേക്കും. അപ്പം ഞാൻ ഹോസ്പിറ്റലുകാർ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കരുതി ഓക്കെ ഫിക്സ് വന്നതാണ്, വേറെ പ്രശ്നം ഒന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അവർ പറയുന്നത് പൾസ് നേരത്തെ പോയെന്ന്. അപ്പോൾ ആ ഡോക്ടറാണ് എന്നോട് ചോദിച്ചത് അവർ ഫസ്റ്റത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ അവർ എന്തൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, റിക്കവറി പൊസിഷനിൽ കിടത്തിയിരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാൻ അതുപോലെ ഈ ഡോക്ടറിനോടും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷനോ എന്ത് റിക്കവറി പൊസിഷനോ, അവരെന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തത് എന്നൊക്കെ ഈ ഡോക്ടർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോ പിടിക്കാൻ റോട്ടിൽ നിൽക്കുക, ഒരൊറ്റ മനുഷ്യനില്ല, എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ തീരുമാനമാണ്, പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണോ വേണ്ടയോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയണം അവനെന്ത് പറ്റിയെന്ന് എനിക്കറിയണം, കാരണം മരിക്കേണ്ട വയസ്സല്ല, അവന് മുൻപ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് എനിക്കറിയാനുള്ള ഒരു അവകാശം എനിക്കുള്ളത് തോന്നിയോട് ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. 2 മാസവും ഒരാഴ്ച 2 ആഴ്ച എടുക്കാറായി. ഞാൻ ഇന്ന് രാവിലെ കൂടെ അവരെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡി ആയിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർ, മെയിൽ അയക്കുന്നവർ, താഴെ കമൻറ്റ് ചെയ്യുന്നവർ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി. ശരിക്കും എനിക്ക് തരാനൊരു ആൻസർ ഇല്ല, അവൻ എന്ത് പറ്റുന്നു. നെഞ്ചുവേദന വന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് മോസ്റ്റ് ഓഫ് എല്ലാവരും പറയുന്നത് ചിലപ്പോൾ അറ്റാക്കായിരിക്കും. കാരണം കുറേ കേസുകൾ നമ്മളിപ്പോൾ ഇതുപോലെ കാണുന്നുണ്ട്, അറ്റാക്ക് വന്ന് മരിച്ചു. പക്ഷേ എനിക്കത് എൻ്റെ നിതിനിങ്ങനെ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ലൈക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുമിച്ച് കണ്ടു, ഞങ്ങളുടെ ഡ്രീംസ്. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നല്ലോണം കരഞ്ഞ് തീർന്നിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം വീഡിയോയിലിരുന്ന് കരയാൻ പാടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അതുവരെ തെറ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ക്ലാരിഫിക്കേഷൻ തരാനെനിക്ക്, കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല, വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും ഇതാണ് മരണകാരണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് പുറത്ത് പോകാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ജാനുവരിയിലായിരുന്നു ഇൻടേക്ക് പറഞ്ഞിരുന്നത്. പക്ഷെ അവൻ പകുതി വെച്ച് പോയി, എന്നോട് പറയാതെ.
നിതിനെ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് വ്ളോഗ്സൊക്കെ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് പോലെ ഇടാനായിട്ടൊക്കെ. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ലൈക്ക് 2-3 എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിതിൻ എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു. ഞായറാഴ്ച നിതിൻ മരിക്കുന്ന അന്ന് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നെങ്കിലും ഒരു വീഡിയോ ഇടുമാണു, കുറേ ആയാലും നീ വീഡിയോ ഇട്ടുന്നതാണ്. അതുകൊണ്ട് ആ വീഡിയോസൊക്കെ പയ്യെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.